നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, ആറ്റം അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചു, ഒരുവിധം എല്ലാം പഠിച്ചെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഐഡിയാസ് എല്ലാം പറഞ്ഞു തീർത്തു. അപ്പോൾ ഇനി സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ എന്ത് പഠിക്കും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ബാക്കി ഒരുവിധം എല്ലാം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ആ രണ്ട് വീഡിയോയിൽ കൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദ്യം ചെയ്താലേ നമ്മൾ ഇമ്പ്രൂവ് ആയി വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ബേസിക്സ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, എങ്ങനെയാണ് പലിശ കയറി വരുന്നത്, എന്താണ് സിമ്പിൾ കോമ്പൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതൊക്കെ കൃത്യമായ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സുകളെല്ലാം പഠിക്കാം. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ റേഷ്യോ മെത്തേഡ് ഉണ്ട്. പിന്നെ പല ചോദ്യം ചെയ്യാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് കൺവെൻഷണൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ കൺസിക്യൂട്ടീവ് മെത്തേഡ്, അങ്ങനെ കുറച്ചധികം മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? പല ചോദ്യത്തിനും പല മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് എളുപ്പം കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഫീൽഡ്, കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള ഒരു ഫീൽഡ് വന്നത് എന്തിനാണ്? നമുക്ക് ഒന്നാമത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കണം. രണ്ടാമതായിട്ടുള്ള കാര്യം നമുക്ക് എന്താണ്? സ്പീഡ് കൂട്ടണം. അപ്പോൾ സ്പീഡ് കൂട്ടാനുള്ള മെത്തേഡ്സ്, അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകൾ അടുത്ത പാർട്ട് 2ഉം പാർട്ട് 3ഉം ഒക്കെ ആയിട്ട് ഇറക്കും. ഓക്കെ, അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് എല്ലാം പഠിച്ച് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് ഉടനെ തന്നെ അത് റെഡിയാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടിട്ട് മാത്രം ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഓക്കെ, നമുക്ക് അറിയാം എന്താണ് സമ്മ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മുതലാണെന്ന് അറിയാം. ഓക്കെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മുതൽ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ. ഇവിടെ കോമ്പൗണ്ട് ആയതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. പിന്നെ ഒരു ടൈം പീരീഡ് കാണും. ടൈം പീരീഡ് എന്തിലായിരിക്കും? ഇയേഴ്സിലായിരിക്കും, മാസത്തിലല്ല, എപ്പോഴും പറയുന്ന ഇയേഴ്സിലായിരിക്കും. പിന്നെ റേറ്റ് പെർ ആനം കാണും. അതൊക്കെ നേരത്തെ പഠിച്ച പോലെ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ പഠിച്ച പോലെ തന്നെയാണ്. ഓക്കെ, റേറ്റ് പെർ ആനം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ആണ്. റേറ്റ് പെർ ആനം ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R ഇൻ ഇയേഴ്സ്. ഓക്കെ, ടൈം പീരീഡ് T അല്ലെങ്കിൽ N വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ ആണേ. ഇനി നോക്കിക്കേ, നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. നേരത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിരുന്നു ഇക്വേഷൻ. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്? എമൗണ്ടിനാണ് ഇക്വേഷൻ. എമൗണ്ട്. ഓക്കെ മക്കളെ, എമൗണ്ട് എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റോടെ ചേർത്ത് നമ്മൾ ലാസ്റ്റ് അടക്കില്ലേ, അതിന് പറയുന്ന പേരാണെന്ത്? എമൗണ്ട്. ഓക്കെ, അപ്പം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ എമൗണ്ടിൻ്റെ ഇക്വേഷൻ ആണ് എമൗണ്ട് A = P × 1 + R/100 the whole raised to n. ഓക്കെ, n ഈ സ്മോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് ആണ്. ഓക്കെ, P പ്രിൻസിപ്പിൾ ആണ്, R എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, മിക്കവരും പഠിച്ചു വയ്ക്കുന്ന ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചേക്കും. എങ്ങനെയാണ് കോമ്പൗണ്ട് വന്നതെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ആദ്യമേ ഈ ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്യുക. നമുക്കിനി സിമ്പിളും കോമ്പൗണ്ടും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം സാർ ഇതൊന്ന് മായ്ക്കുകയാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എക്സാമ്പിളിന് വേണ്ടി ഒരു സമ്മ് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട്. സമ്മ് ഞാൻ എടുക്കുന്നുണ്ട്. സമ്മ് എത്രയാണ്? 1000 rupees. ഓക്കെ, അതുപോലെ തന്നെ ഒരു ടൈം പീരീഡ് എത്രയാണ്? എന്ന് പറയുന്നത് 3 years ആയിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളും കോമ്പൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളിലാകുമ്പോൾ ഫസ്റ്റ് ഇയർ എന്ത് കിട്ടും? ഈ നമ്മളിട്ട 10,000ൻ്റെ 10% ആയ 100 കിട്ടും. ഓക്കെ, കോമ്പൗണ്ടിൽ അതേ കണക്ക് തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ എന്താണ്? നമുക്ക് ആ ഒരു മുതലിൻ്റെ പലിശയായ 100 കിട്ടും. അതുപോലെ തന്നെ പലിശയ്ക്ക് പലിശ കിട്ടും. ഫസ്റ്റ് ഇയറിലൊരു പലിശ ഇല്ലടാ,
ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു പലിശയുണ്ട്, ആ പലിശയ്ക്കും പലിശ കിട്ടും. 100 ആയ പലിശയുടെ 10% കിട്ടും. അപ്പോൾ 100ന്റെ 10% വെച്ചാൽ 10 അല്ലേ? ഓക്കെ. അപ്പം തേർഡ് ഇയർ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ പലിശ കിട്ടും, ഇതുവരെ ഉള്ള പലിശകളുടെ എല്ലാം പലിശ കിട്ടും. അപ്പം ഫസ്റ്റ് ഇയർ ഒരു 100 കിട്ടി, അപ്പോൾ ആ 100ന്റെ പലിശയായ 10. സെക്കൻഡ് ഇയറിൽ ഒരു 100 കിട്ടി, ഒരു 10 കിട്ടി, അപ്പോൾ ആ 100ന്റെ പലിശയായ 10 കിട്ടും, 10ന്റെ പലിശയായ 10ന്റെ 10% എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും പലിശ പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാനാണെങ്കിൽ മാത്രം, ഓക്കെ, എമൗണ്ട് കണ്ടുപിടിക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. എന്ത്? കൺവെൻഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്ന കുഴപ്പമില്ലാത്തൊരു മെത്തേഡാണ്. എളുപ്പമായ മെത്തേഡെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്തൊരു മെത്തേഡ്. ഓക്കെ. അപ്പോൾ എമൗണ്ട് എ ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പറ്റും, മറ്റേ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ലെങ്തി ആയിരിക്കും. ഓക്കെ. എമൗണ്ട് എ ഈക്വൽ ടു പി അല്ലടാ, പി എന്ന് പറയുമ്പോൾ 1000, പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ദ ഹോൾ റൈസ് ടു എൻ, എൻ എന്ന് പറയുമ്പോൾ 2, ഈ ആറിന് വരെ ഞാനിവിടെ 10 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും? 1000 ഇൻറ്റു ഇവിടെ എന്ത് വരും? 110/100 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഈ പൂജ്യം വെട്ടി എന്ത് കിട്ടും? 1000 ഇൻറ്റു 11/10 ഇൻറ്റു 11/10. സോറി, ഇവിടെ 3 ആയിരുന്നേ. അപ്പം വീണ്ടും എന്ത് വരും? ഒരു 11/10. 0 വെട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? 1331. നോക്കിക്കേ, ഇവിടെ കണക്ക് കൂട്ടി നോക്കിയാലും 300. ഓക്കെ, 300 ആകുമ്പോൾ 300, 30, 1. ഓക്കെ, 331 എന്താണ്? പലിശയാണ്. ഇവിടെ കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. അപ്പം എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വരും? 1000ഉം ഇതും കൂടെ ചേർത്ത് എത്ര വരും? 1331 വരും. ഒന്നുകിൽ നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്യുക, ഇക്വേഷൻ ലെങ്തി ആണ്, നമ്മൾ ബദൽ മാർഗം പഠിക്കും. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഈ സെയിം ചോദ്യം തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു സെയിം ചോദ്യം തന്നെ നമുക്ക് റേഷ്യോ മെത്തേഡിൽ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. റേഷ്യോ മെത്തേഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്നതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം പലർക്കും അറിഞ്ഞുകൂടാത്തയും പഠിക്കാൻ മടിയുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് എന്ത്? പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന പേഴ്സൻറ്റേജ് എത്രയാണ്? 10%. 10% ഫ്രാക്ഷനിൽ എത്രയാണ്? 1/10 ആണെടാ. 10% ഇൻക്രീസ് ചെയ്തു. 10% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്താണ്? 10ൽ ഒരു പാർട്ടായ 1 കൂടി എന്തായി? 11 അപ്പോൾ ഫസ്റ്റ് ഇയർ സംഭവിക്കുന്ന ചേഞ്ച് എന്താണ്? 10 ആയിരുന്ന സാധനം 11 സെക്കൻഡ് ഇയറിൽ നോക്കുമ്പോൾ സെക്കൻഡ് ഇയറിലും ഇതേ പലിശയല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ എ റേറ്റ് ഓഫ് 10%. എല്ലാ വർഷവും കോമ്പൗണ്ട് ചെയ്യുന്ന എന്താണ്? 10% വെച്ചാണ്. അപ്പോൾ എല്ലാ വർഷവും എന്ത് ചെയ്യുക? 10 11 ആവും എന്നെടുക്കാം. 3 വർഷം ഉള്ളതുകൊണ്ട് 3 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഇനിഷ്യലി ഉണ്ടായിരുന്ന സാധനം എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? പ്രിൻസിപ്പിൾ. അപ്പം 3 10 എന്താ? അവിടെ 1000 ആവും. അപ്പം 1000 എന്തായി? 1331 എന്ന് പറയാം. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് പ്രിൻസിപ്പിളിൻ്റെ അവിടുത്തെ റേഷ്യോ, ഇതെന്താണ്? എമൗണ്ടിൻ്റെ അവിടുത്തെ റേഷ്യോ. നമുക്കിവിടെ യഥാർത്ഥ സം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? 1000 തന്നെയാണ്. അപ്പോൾ 1000 തന്നെയാണ് എന്ത്? 1000. അങ്ങനെയാണെങ്കിൽ ഇത് ഈ 1331 തന്നെ ആയിരിക്കും എന്ത്? 1331 ആയ എമൗണ്ട്. ഇനി പലിശ മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്തെടുക്കുക? ഇവരുടെ ഡിഫറൻസ് എടുക്കുക. അപ്പം ഇതാണെന്ത്? റേഷ്യോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം സാറ് ഒരു ചോദ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പോകെ ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇതങ്ങ് പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തൊട്ടേ നിങ്ങൾ പോസ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, പാസ്കൽസ് ട്രയാങ്കിൾ. ചില കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു മെത്തേഡാണ് പാസ്കൽ ട്രയാങ്കിൾ. എങ്കിലും പാസ്കൽ ട്രയാങ്കിൾ പഠിക്കുന്നതിനെക്കാട്ടി പ്രയോറിറ്റി എപ്പോഴും റേഷ്യോക്ക് കൊടുത്തേക്കുക. കാരണം പാസ്കൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, പക്ഷേ പാസ്കലിനെക്കാട്ടി പെട്ടെന്ന് കിട്ടുന്ന ആൻസർ കിട്ടുന്നത് റേഷ്യോ മെത്തേഡിലാണ്. ചില ചോദ്യങ്ങളിൽ പാസ്കൽ വെച്ച് ചെയ്ത്. അപ്പോൾ എല്ലാം പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് പാസ്കൽ നോക്കാം. അപ്പോൾ സമ്മ് എന്താണ്? 1000 ആണ്. റേറ്റ് 10% ആണ്. പിന്നെന്താണ്? ടൈം പീരീഡ് 3 years ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ,
ആദ്യമേ തന്നെ പാസ്കൽ ട്രയാങ്കിളിനെ പറ്റി പറയാം. പാസ്കൽ ട്രയാങ്കിൾ ഇതാ ഇങ്ങനെ വരും. 1 1 1 2 1 1 3 3 1 1 4 6 4 1 1 5 10 10 5 1. ഇത് ആരും കാണാതെ ഒന്നും പഠിക്കണം. നോക്കിക്കേ, 1 1 1 വീണ്ടും എഴുതി, ഈ 1 കൂടെ കൂട്ടി 2 1, വീണ്ടും 1 എഴുതി, 1 2 കൂടെ കൂട്ടി 3 2 1 കൂടെ കൂട്ടി 3 1. അപ്പോൾ 4 വരുമ്പോൾ ഫോർത്ത് ടേം വരുമ്പോൾ 1 1 3 കൂടെ ചേർത്ത് 4 3 3 6 3 1 4 വീണ്ടും 1, അങ്ങനെ പോകും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 3 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്തെടുക്കണം. 1 3 3 1 എന്നുള്ള ഫ്രെയിം യൂസ് ചെയ്യണം. 2 ഇയർ എന്ന് പറഞ്ഞാൽ 1 2 1 2 ഇയേഴ്സ്. ഓക്കെ, ഇയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ഫ്രെയിം എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ പറയുന്നത് എന്താണ്? ഫ്രെയിമുകളാണ്. ഇപ്പോൾ 2 വർഷത്തേക്കാണ് പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 1 എന്നുള്ള ഫ്രെയിം എടുക്കണം. 3 വർഷത്തേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 3 3 1 എടുക്കണം. 4 വർഷത്തേക്കെന്ന് പറഞ്ഞാൽ 1 4 6 4 1 എടുക്കണം. 5 വർഷത്തേക്കെന്ന് പറഞ്ഞാൽ 1 5 10 10 5 1 എടുക്കണം. മിക്കവാറും ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് 2 3 വർഷമൊക്കെ ചോദിക്കാറുള്ളൂ. അപൂർവം 4 ചോദിക്കുക. 5 വരെ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൂടി ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം കുറച്ചുകൂടെ. ഓക്കെ, അപ്പം പാസ്കൽ ആ ഒരു സന്ദർഭത്തിൽ എടുക്കാണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് പാസ്കൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പാസ്കലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. റേറ്റ് ഈക്വൽ ടു 10%, ടൈം പീരീഡ് 3 ഇയേഴ്സ്. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം ടൈം പീരീഡ് 3 ഇയേഴ്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഏത് ഫ്രെയിം എടുക്കണം. 1 3 3 1 എടുക്കണംടാ. 1 3 3 1 1 3 3 1 അങ്ങ് എഴുതുക. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ എടുക്കുക. പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് ഫസ്റ്റ് 1ന്റെ താഴെ. പ്രിൻസിപ്പിൾ എപ്പോഴും എന്ത് എഴുതുക? ഫസ്റ്റ് 1ന്റെ താഴെ. ഓക്കെ, ഇനി നോക്കിക്കേ, 10% എടുക്കുക. ഇതിന്റെ റേറ്റ് 10% അല്ലേ? 10% 1/10. ഇതിന്റെ 1/10 എത്ര വരും? 100. അത് ഇതാ ഇവിടെ എഴുതുക, 3ന്റെ താഴെ. അടുത്ത 10% എവിടെ എഴുതുക? ഇവിടെ എഴുതുക. ഇതിന്റെ 10%. അടുത്ത ഇവിടെ ഇപ്പോൾ എന്ത് വരും? ഈ 10ന്റെ 10% 1. ഓക്കെ, ഇനി നിങ്ങൾക്ക് എമൗണ്ട് ആണ് വേണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 1000 1000, 3 × 100 300, 3 × 30 3 × 10 30, 1 × 1 1. മൊത്തത്തിൽ എത്ര കിട്ടും? 1331. ഇപ്പം എമൗണ്ട് ആണ് വേണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് മാത്രം മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതി. നോക്കിക്കേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതിയെങ്കിൽ ഇതാ ഇത്രയും ടേംസ് എടുത്താൽ മതി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം മതിയെങ്കിൽ ഇത്രയും ടേംസ് എടുത്താൽ മതി. 300 30 1. ഓക്കെ ആണോ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എമൗണ്ട് കണ്ടുപിടിക്കാം. പാസ്കലിന് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഒരു 300 ഒളിഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ്? 1000 10% 3 വർഷത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ വർഷവും എത്ര വെച്ച് കിട്ടും? 100 വെച്ച് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുത്താൽ 100 വെച്ച് കിട്ടും. അങ്ങനെ എത്ര കിട്ടും? 300. അപ്പം ഈ 300 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഈ 300 എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ചില ചോദ്യങ്ങളല്ല, മിക്ക ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, SSC ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ പാസ്കൽ മെത്തേഡ് വെച്ച് ഉപയോഗിക്കാം. എങ്ങനെയാ? ഈ 2 ടേംസ് മാത്രം എടുത്താൽ മതി. 3 ഇയറിന്റെ ആണെങ്കിൽ ഈ 2 ടേംസ്. ഇനിയിപ്പം 2 ഇയർ ആണെങ്കിൽ 2 ഇയറിന്റെ സിമ്പിൾ ഇത് വരും, ഇത് മാത്രം വരും. കോമ്പൗണ്ട് ഇത് ഫുള്ളായിട്ട് വരും. അപ്പം ഈ ലാസ്റ്റ് ടേം മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ഇയർ ഫ്രെയിമിൽ നമുക്ക് ഡിഫറൻസ് കിട്ടും. അപ്പം ഇത് വരുന്ന പാർട്സുകളിൽ ഇതുമായിട്ട് വരുന്ന എപ്പിസോഡുകളിലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ സാറ് ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, 14641 ഫ്രെയിമിലാണെങ്കിലോ 14641ലാണെങ്കിൽ 4ന് താഴെയുള്ള ടേം എന്ന് പറയുന്നത് ഫുള്ളി എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത് മൊത്തത്തിൽ എന്ത് വരും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരും. ഇത് ഫുള്ളായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പാസ്കലിൻ്റെ ഒരു ചെറിയ ബ്രീഫിങ്. പാസ്കലിൽ ഇനിയും പഠിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറച്ചായിട്ട് പഠിക്കാം. നമുക്ക് ഇപ്പം ഇത് വെച്ച് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഫൈൻഡ് ദി എമൗണ്ട്
ഫൈൻഡ് ദി എമൗണ്ട് received on rupees 24800 for a period of 2 years. For a period of 2 years at a rate 15% per annum compounded annually. Okay, compound interestലാണ് 2 ഇയേഴ്സിലോട്ടാണ് സം ഇത്രയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15% ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാറിഞ്ഞിരിക്കണം. 15% 3/20 ആണ്. ഓക്കെ, അത് അറിഞ്ഞുകൂടാത്തവർ ഇവിടെ നോക്കിയേ. 5% വെച്ചാൽ എന്താണ്? 5/100 ആണ്. 1/20 ആണെന്നറിയാം. ഈ 5ന്റെ തേർഡ് മൾട്ടിപ്ലൈ അല്ലാണ് 15. അപ്പോൾ 5 × 3 ആണെന്ത്? 15. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം 3/20 ആണ് ഫ്രാക്ഷൻ. എന്താ വെച്ചാൽ 15% ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ ഡിനോമിനേറ്ററുള്ള 20 എന്ന് പറയുന്ന നമ്പർ 3 കൂടി എന്തായി? 23 ആയടാ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇയർ ഇതാണ് ചേഞ്ച്. സെക്കൻഡ് ഇയറിലും എന്ത് വരും? 20 എന്താവുന്നു? 23 ആവുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ എഴുതരുത്. പരീക്ഷാ പേപ്പറിൽ എങ്ങനെ എഴുതണം? 2 പ്രാവശ്യം വന്നു. നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 20 സ്ക്വയർ എന്നാവും അല്ലേ? 20 × 20 20 സ്ക്വയർ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതുക? 2 വർഷമെന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായി? 400 529 ആയി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി റിയൽ വാല്യൂ നോക്കിക്കുക. ഇവിടെ ഒരു സമ്മ് തന്നിട്ടുണ്ട്. നമ്മളെ കഥയിലെ സമ്മ് ഏതാണ്? ആദ്യം എഴുതിയിരിക്കുന്ന സാധനം. അപ്പോൾ 400ന്റെ റിയൽ വാല്യൂ ആണെന്ത്? 24800. 2 0 വെട്ടി 2 0 വെട്ടി 4 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 6 വരും. ഇവിടെ 2 വരും. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? 62 ആണ് മക്കളെ. 1 എന്ന് പറയുന്നത് 62 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ആണ്. എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 529 കണ്ടുപിടിച്ചാൽ പോരെ. 529 × 62 ചെയ്താൽ മതി. 529 × 62 ചെയ്താൽ മതി. നോക്കിയേ, ഓപ്ഷനിൽ നോക്കിക്കേ, എല്ലാ യൂണിറ്റ് പ്ലേസും 8 ആണ്. ഇല്ലായിരുന്നെങ്കിൽ വെവ്വേറെ ആയിട്ടുള്ള യൂണിറ്റ് പ്ലേസ് ആയിരുന്നെങ്കിൽ നമുക്ക് 9 × 2 ചെയ്യുമ്പോൾ 8 കിട്ടും. ഒരു യൂണിറ്റ് പ്ലേസ് 8 ഉള്ള സാധനം ഉള്ളെങ്കിൽ നമുക്ക് സ്പോട്ടിൽ കുത്തായിരുന്നു. പക്ഷേ ഇവിടെ പറ്റില്ല. ചെയ്ത് നോക്കണം. ഓക്കെ, 529 × 62 ചെയ്യണം. നമുക്ക് ബട്ടർഫ്ലൈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, നോക്കിക്കേ, 9 × 2 എത്രയാണ്? 18 ആണ്. റിമൈൻഡർ 1. നോക്കിക്കേ, 52നെ ഒരു നമ്പറായിട്ട് അങ്ങ് സങ്കല്പിക്കുക, ഒരു 1 ഡിജിറ്റ് നമ്പർ. 52 × 2 നമുക്ക് എത്ര ആണെന്നറിയാം? 104 ആണെന്നറിയാം. 104 റിമൈൻഡർ ഉണ്ട് 105. ഇനി 9 × 6 ചെയ്യുക. 9 × 6 എത്ര ഉണ്ടാ? 9 × 6 54 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത 105ഉം 54ഉം ഉണ്ട്. അപ്പം 109 വരും. സോറി, 159 വരും. ഓക്കെ, അപ്പോൾ ആ 9 ഇടുക. ബാക്കി 15 എന്തുണ്ട്? റിമൈൻഡർ ഉണ്ട്. 52 × 6. 52 × 6. 50 × 6 എന്ന് വെച്ചാൽ 300 ആണ്. 300ഉം 12, 312 വരും. 312ഉം 15. ഓക്കെ, 312 15 എത്ര വരും ഇടാ? 312 15. നോക്കിക്കേ, 7 2 3. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 32798, ഓപ്ഷൻ സി. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്മാർട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നത്. പല മക്കൾക്കുള്ള പ്രശ്നം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യാം? നമുക്ക് സ്പീഡിൽ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. ഓക്കെ, സെയിം രീതിയിലുള്ള ചോദ്യം വേണമെങ്കിൽ ഞാൻ ഈ ഒരു ചോദ്യം പാസ്കലിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നേരത്തെ ചോദ്യം പാസ്കലിൽ എന്താണ് പറയാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15% ആണ്. 15% കണ്ടുപിടിക്കുന്നത് കുറച്ച് പാസ്കലിൽ ചെയ്യുമ്പോൾ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, 15% എടുത്തെടുത്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാനത്. പക്ഷേ ഇവിടെ എന്താണ്? 10% ആണ്. 3 ഇയേഴ്സ് ആണ്. 1331 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിം. പ്രിൻസിപ്പിൾ നമ്മൾ ഇവിടെ എഴുതും മക്കളെ. ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. റേറ്റ് 10% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10% എത്ര വരും? 2600 വരും. ഇവിടെ 2600 10% എടുക്കണം. ഇവിടെ ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് വെച്ചാൽ എല്ലാം കൂടെ വരും. അപ്പോൾ 26,000 വരും. 2600 × 3. 2000 × 3 എത്ര വരും? 6000 വരും. 600 × 3 1800 വരും. 180 26. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 10 ശിഷ്ടം 1 10 16 ശിഷ്ടം 1 12 13 14
ഇഷ്ടം 34606 34606 ഓപ്ഷൻ ബി ആണെന്ത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് പാസ്കൽ വെച്ച് യൂസ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. നമുക്ക് ഒന്ന് നോക്കാം, നമുക്ക് റേഷ്യോ വെച്ച് നോക്കാം. ഏതാണ് എളുപ്പമെന്ന് നോക്കണമല്ലോ. റേഷ്യോ വെച്ചൊന്ന് നോക്കിക്കേ. റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 10% ആണ് റേറ്റ്. 10% 1/10 ആണ്. 1/10 എന്ന് വെച്ചാൽ 10,000 സാധനം എന്തായി 11 ഇവിടെ 3 years ആണ്. അപ്പം 10 ക്യൂബ് എന്തായി 11 ക്യൂബായി. 1000 എന്തായി 1331 ആയി. കഴിഞ്ഞടാ. ഓക്കെ, നമ്മുടെ പ്രിൻസിപ്പിൾ എത്രയാണ് 26000. അപ്പോൾ 30 കിട്ടി. അപ്പോൾ 1 26 കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യണം 1331 × 26. 1331 × 26. 1331 × 26 ചെയ്താൽ മതി. ഓക്കെ, ഇതൊന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ ഈ ഒരു 3 ഡിജിറ്റ് നമ്പർ ഒറ്റ സംഖ്യയായിട്ട് എടുക്കാം. 1 × 6 6 ആണ്ട്രാ. 133 × 6. 133 × 6 എന്ന് പറയുമ്പം ഒരു 18 വരും, പിന്നെ 19 വരും, പിന്നെ 1 റിമൈൻഡർ 6 1 7 798 2 അപ്പം 800 വരും. അപ്പം 0 80. ഓക്കെ, 133 × 2 എന്ന് പറയുന്നത് എത്ര കിട്ടും 266 കിട്ടും. പിന്നെ ഒരു 18 കൂടെ. അപ്പം 6 പിന്നെ 4 1 അപ്പം 34606. നമ്മുടെ ആൻസർ വീണ്ടും എന്ത് കിട്ടി 34606. ഏത് മെത്തേഡാണ് മക്കൾക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്യുക. പക്ഷെ കണക്ക് കൂട്ടുന്ന രീതി മൾട്ടിപ്ലൈ ചെയ്യുന്നേക്കാൾ സ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം കാണുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് ഇവിടുത്തെ റേറ്റ് 16. ചോദ്യം വായിച്ചു തുടങ്ങാം. ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അക്വയർഡ് ഈസ്. കോമ്പൗണ്ട് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് 3810. അപ്പോൾ അവിടുത്തെ റിയൽ വാല്യൂ ഇപ്പം തന്നേക്കുന്നത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണടാ അറ്റ് എ റേറ്റ് ഓഫ് 16.66%. അപ്പോൾ റേറ്റ് 16.66% വെച്ചാൽ എന്താണ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1/6 ആണ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് അറിഞ്ഞിരിക്കണം, കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർ എ പീരീഡ് ഓഫ് 3 years. ഫോർ എ പീരീഡ് ഓഫ് 3 years ഫൈൻഡ് ദി സമ്മ്. പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ളതാണെന്ത് ചോദ്യം. അപ്പോൾ റേറ്റ് 1/6 കൂടി. 1/6 കൂടി എന്ന് വെച്ചാൽ 6 ആയിരുന്ന സാധനം 6ന്റെ 1/6 ആയ 1 കൂടി എന്തായി 7 ആയടാ. അപ്പം 3 വർഷമാകുമ്പോൾ എന്താവും 6 7 ആയി 6 7 ആയി 6 7 ആയി. അപ്പം എന്താണ് പ്രിൻസിപ്പിൾ 216. 6 ക്യൂബ് ആയിരുന്ന 216 ആണ്. അത് കൂടി എന്തായി 343 ആയി. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റിയൽ വാല്യൂ നോക്കിക്കേ എന്താ 3810. 3810 എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇത് പ്രിൻസിപ്പിൾ ആണ്, ഇത് എമൗണ്ട് ആണ്. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമ്മുടെ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് എത്ര വരും നോക്കിക്കേ. 216 300 എത്താൻ എത്ര വേണം 84 വേണം. 84 പിന്നെ ഒരു 43 കൂടെ ഉണ്ടെങ്കിൽ കാര്യം നടക്കൂലേ. അപ്പം 127 വേണം. അപ്പം 127 ആണെന്ത് റേഷ്യോന്റെ ടേംസിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 127 അല്ല, പകരം റിയൽ വാല്യൂ എത്രയാണ് 3810 ആണ്. ഓക്കെ, ഇനി നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കണം. പലർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്. അതിനെന്ത് ചെയ്യുക, ഈ 3810 അല്ല 0 മാറ്റി വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക 127 നമുക്ക് 381 ആക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ 7 അല്ല യൂണിറ്റ് പ്ലേസിൽ, ഇവിടെ എന്താണ് 1. 7 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആവും. 7 × 3 21 ആണ്. അപ്പം ലാസ്റ്റ് ടേം എന്താവും 1 ആവും. അപ്പം 127 ഒരു 300 ആവണം. അപ്പോൾ എന്താണ് × 3 ആണെന്ത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ നമുക്ക് മനസ്സിലായി. ഒരു 0 കൂടെ ഉള്ളതുകൊണ്ട് 30. ഓക്കെ, ഇനി നോക്കടാ, നമുക്കിവിടെ ഉള്ള എന്താണ് പ്രിൻസിപ്പിൾ 216 ആണ്. അപ്പം 216 അല്ല, പകരം 216 × 30 ആണ്. എത്ര വരും ലാസ്റ്റ് ഒരു 0. 200 216 × 3 ചെയ്യേണ്ട. 200 × 3 600 ആണ്. 16 × 3 48 ആണ്. ടേബിൾ അറിഞ്ഞുകൂടാത്തവർ പഠിക്കുക. അപ്പോൾ എത്ര വരും 648 0. സാർ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനും ചെയ്തില്ല. ആൻസർ കിട്ടിയ ഓപ്ഷൻ എ എന്താണ് 6480. അപ്പോൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ സ്പീഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ റേഷ്യോനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചിരിക്കുക. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നാലാമത്തെ ചോദ്യം. ആൻ എമൗണ്ട് ഓഫ് 2500 in 2 years at compound interest compounded annually. ഓക്കെ, ഇവിടെ ഈ എമൗണ്ട് എന്ന് തന്നിരിക്കുന്നത് എന്താണ് ഒരു തുക എന്നുള്ള മീനിങ് ആണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു തുക ഇട്ടു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 25000 എന്ന് പറയുന്നത് എന്താണ്
പ്രിൻസിപ്പിളാണ്. 2 വർഷത്തേക്കാണ് ഇട്ടത്. ഓക്കെ, ഇത്രയും നാളും നേരം നമ്മൾ പഠിച്ചിട്ടുണ്ടിരുന്ന ചോദ്യങ്ങളെല്ലാം റേറ്റ് സെയിം ആണ്, എല്ലാ വർഷവും റേറ്റ് സെയിം ആണ്. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ എന്താണ്, ഫസ്റ്റ് ഇയർ 4% ആണ്, സെക്കൻഡ് ഇയറിൽ എത്രയാണ്, 5% ആണ്. അപ്പം എങ്ങനെ ചേഞ്ച് വരും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 4% എന്ന് വെച്ചാൽ എത്രയാണ്, 1/20 ആണടാ, സോറി 1/25 ആണടാ ഫ്രാക്ഷനിൽ. 5% എന്ന് പറഞ്ഞാലോ 1/20 ആണ്. ഇത്രയും അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, 4% കൂടി എന്ന് പറഞ്ഞാൽ 25 ആയിരുന്ന സാധനം എന്തായി, 26 ആയി. സെക്കൻഡ് ഇയറിൽ എന്താണെന്ന 1/20 കൂടി അല്ലെങ്കിൽ 5% കൂടി 20 ആയിരുന്ന സാധനം ഒന്നുകൂടി എന്തായി, 21 ആയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്, പ്രിൻസിപ്പൾ എമൗണ്ടിൻ്റെ റേഷ്യോ. ഇവിടെ 25 × 2 50 വരും, 500 വരും. ഓക്കെ, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബട്ടർഫ്ലൈ മെത്തേഡ് 6 2 12 14, റിമൈൻഡർ 1 546. ഓക്കെ, അപ്പോൾ ഈ 500-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ വാല്യൂ ആണെന്ത്, 25000. 2 0 വെട്ടി 2 0 വെട്ടി 5 കൊണ്ട് വെട്ടി 1 ആയി. ഇവിടെ എന്ത് വരും, 50 വരും. അപ്പം നമുക്ക് കിട്ടേണ്ട ആൻസർ, മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 50 ആണ്. അപ്പോൾ കിട്ടേണ്ട ആൻസർ എന്ത് വരും, എമൗണ്ട് കണ്ടുപിടിക്കാനാണ്. എമൗണ്ട് കണ്ടുപിടിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോനെ റിയൽ വാല്യൂ ആയിട്ട് മാറ്റുക, ഇൻറ്റു 50 ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പകുതി എടുത്തിട്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. ഇൻറ്റു 5 ചെയ്യാൻ പകുതി എടുത്തിട്ട് ഒരു 0 ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പകുതി 500-ൻ്റെ പകുതി 250 ആണ്, 46-ൻ്റെ പകുതി 23 ആണ്. അപ്പോൾ എത്ര വരും, 273. ഓക്കെ, 273 0 എന്ന് പറയുന്നത് എന്താണ്, 546 × 5 ആണ്, പിന്നെ ഒരു 0 കൂടെ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എത്ര വരും, ഓപ്ഷൻ എ 27300. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം, ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ആഫ്റ്റർ 3 years, ടൈം പീരീഡ് 3 years ആണ്, ഈസ് 4200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 വർഷം കഴിഞ്ഞുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എത്ര, 4200 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും വെവ്വേറെ ആയിട്ടുള്ള എന്താണ് റേറ്റ് ആണ്. ഫസ്റ്റ് ഇയറിൽ എത്രയാണ് റേറ്റ് എന്ന് തന്നിട്ടുണ്ട്, 14.28, സെക്കൻഡ് ഇയറിൽ 27.27, തേർഡ് ഇയറിൽ 22.22% എന്നിങ്ങനെയാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാക്ഷൻസ് എല്ലാം കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്നല്ല, കാണാതെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 14.28% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1/7 ആണ്. 1/7 ആണ്. ഈ ഒരു സാധനം എഴുതിയൊന്നും വെക്കേണ്ട, അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് 7 ആയിരുന്ന സാധനം എന്തായി, 8 ആയി. സെക്കൻഡ് ഇയറിൽ എത്രയാണ്, 27.27 ആണ് മക്കളെ. 27.27% ആണത് സെക്കൻഡ് ഇയറിലെ റേറ്റ്. ഓക്കെ, അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിരിക്കും. പക്ഷേ ഈ 27.27 എന്ന് പറയുന്നത് 9.09-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 9.09% എന്ന് വെച്ചാൽ എത്രയാണ്, 1/11 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, 3/11 വരും. 9 × 3 അല്ലേ 27. അപ്പോൾ ഇത് എത്ര വരും, 3/11 വരും. അപ്പം 11 ആയിരുന്ന സാധനം എന്തായി, 3 കൂടി 14 ആയി. സെക്കൻഡ് ഇയറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇനി തേർഡ് ഇയറിൽ നോക്കിക്കേ, 22.22 നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷേ 11.11 അറിയാം. 11.11% എന്താണ്, 1/9 ആണ്. അപ്പം ഇതെന്ത് വരും, 2/9 വരും. അപ്പം 9 ആയിരുന്ന സാധനം 2 കൂടി 11 ആയി. അപ്പം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ടേംസ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് എന്താണ്, എമൗണ്ട് ആണ്. അപ്പം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 7 × 11 × 9 വരും. എമൗണ്ട് എന്ന് പറയുന്നത് 8 × 14 × 11 വരും. ഇവിടെ രണ്ടിടത്ത് 11 ഉണ്ട്, വെട്ടാം. ഒരു 7-ഉം 14-ഉം ഉണ്ട്, വെട്ടി എന്ത് എഴുതാം, 2 എഴുതാം. അപ്പം നമുക്ക് റേഷ്യോ എന്ത് കിട്ടും, 9:16 എന്ന് കിട്ടും. ഓക്കെ, 9 എന്താണ്, സം ആണ്. 16 എന്താണ്, എമൗണ്ട് ആണ്. ഓക്കെ, കിട്ടിയടാ. നോക്കിക്കേ, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എത്ര, 4200. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോന്റെ ടേംസിൽ 7 ആണ്. 7 എന്ന് പറയുന്നതാണ് എന്ത്, 4200. മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്ര വരും, ×600 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പ്രിൻസിപ്പിൾ ഇവിടെ എന്താണ്, 9 × 600 ചെയ്താൽ മതി. എത്ര കിട്ടും, 5400. അപ്പോൾ ഓപ്ഷൻ സി 5400 ആണ് എന്ത്, റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു സ്പീഡിൽ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ബുദ്ധിമുട്ടും. അപ്പം
Find the compound interest on rupees 2,400 at 15% per annum for 2 year and 4 month. Okay, 2 year and 4 month. 15% per annum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മാസത്തേക്കുള്ള പലിശയാണ് എത്ര? 15 എന്ന് പറയുന്നത്. നമുക്ക് 2 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്താണ്, 4ാമത്തെ വർഷം എത്രയേ ഉള്ളൂ? നമുക്ക് 15 ഇല്ല, 4 മാസത്തേക്കുള്ളൂ. 12 മാസത്തേക്ക് 12 മാസത്തേക്ക് 15%. അങ്ങനെയാണെങ്കിൽ 4 മാസത്തേക്ക് എത്ര വരും? ഇത് 1/3 അല്ലേ? ഇത് 1/3 ആകുമ്പം ഇവിടെ എന്ത് വരും? 1/3. അപ്പം 5%. ഒരു വർഷത്തേക്ക് എന്ന് 15% പെർ ആനം എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 12 മാസത്തേക്ക് 15%. പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 4 മാസമേ ഉള്ളൂ. 4 മാസം വെച്ചാൽ ടൈം പീരീഡ് 1/3 ആകും. അപ്പോൾ റേറ്റ് എന്താവും? 1/3 ആകും. ഓക്കെ, 5%. അപ്പം ഫസ്റ്റ് ഇയറിൽ സംഭവിക്കുന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ 15% 3/20 എന്നറിയാം. അപ്പോൾ 20 എന്തായി? 23 ആയി. വീണ്ടും 20 എന്തായി? 23 ആയി. തേർഡ് ഇയറിൽ 4 മാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ റേറ്റ് എന്തായി? 5%. 5% വെച്ചാൽ നമുക്കറിയാം എന്താണ്? 1/20 ആണ്. അപ്പോൾ 20 എന്താവും? 21 ആകും. നോക്കിക്കേ, ഇവിടെ എന്ത് വന്നു? 20 ക്യൂബ് 8000 വന്നു. ഇവിടെയോ 5, ഇത് 23 × 23 529 ആണെന്നറിയാം. വീണ്ടും ഇൻറ്റു 21. ഓക്കെ, 1 × 9 9, 52 52 18, 52 18 എത്ര വരും ഇവിടെ? 70 വരും. 7 റിമൈൻഡർ. 104 104 7 104 111 വരും. അപ്പം എമൗണ്ട് എത്രയാണ്? 1109. ഓക്കെ, നമുക്കറിയാം ഇവിടെ എന്താണ് പ്രിൻസിപ്പിള്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ 8000 എന്ന് പറയുന്നതിൻ്റെ റിയൽ വാല്യൂ എത്രയാണ്? 24,000 ആണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ ഇൻറ്റു 3 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻറ്റു 3 വരും. നോക്കിക്കേ, 9 × 3 27 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ്. നമുക്ക് ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലേ, കോമ്പൗണ്ട്. എന്നിരുന്നാലും കൂടി ഇത് കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടുള്ളൂ. വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതാം, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ 27 വരും. 3 3 3. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്ര വരും? ആൻസർ നമുക്ക് ഓപ്ഷൻ ബി 9327. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് വെച്ചാൽ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിലോട്ട് പോവാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ആ ടൈപ്പ് പ്രോബ്ലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറഞ്ഞ ചോദ്യം വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്നൊക്കെ പറഞ്ഞ ചോദ്യം വരും. അപ്പോൾ അതെന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, ഹാഫ് ഇയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, റേറ്റ്. നമുക്ക് റേറ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 20% പെർ ആനം എന്ന് തന്നേക്കുകയാണെങ്കിൽ എന്തെടുക്കുക? റേറ്റ് 10% ആക്കി കണക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. 2 വർഷമെന്നാണ് പറഞ്ഞെങ്കിൽ അതിന് പകരം എന്തിടുക? 4 ഇടുക. ഓക്കെ, അതാണ് അവിടെയുള്ള വ്യത്യാസം. ക്വാർട്ടർലി ആകുമ്പോഴോ, ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? 1/4. അപ്പോൾ റേറ്റ് 20 ആണെങ്കിൽ എന്താവും? 5 ആവും. ഓക്കെ, ഇതൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ടൈം പീരീഡ് എന്താവും? 4 ടൈംസ് ആകും. അപ്പോൾ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്താവും? 2 × 4 8 ടൈംസ് എന്നാവും. ഓക്കെ, 8 ഇയേഴ്സ് എന്നല്ല പറയുന്നത്, 8 ടേം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 4 ഇയർ അല്ല, 4 ടേം. ഹാഫ് ഇയർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോഴാണ് എന്ത്? പലിശ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 4 മാസം കൂടുമ്പോൾ. ഓക്കെ, അത്രയും മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ അതങ്ങ് റെഡിയാവും. നോക്കിക്കേ, ഏഴാമത്തെ ചോദ്യം. 4,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 4 വട്ടം എടുക്കണം അല്ലേ? ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിൽ. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇയേഴ്സ് ആയതുകൊണ്ട് 4 വട്ടം എടുക്കണമെന്നറിയാം. അറ്റ് എ റേറ്റ് ഓഫ് 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞുകൊണ്ട് 4 വർഷമായിട്ട് എടുക്കുന്നു. ഹാഫ് ഇയർലി ആയിട്ട് റേറ്റ് പകുതിയാവും. ഓക്കെ, റേറ്റ് പകുതിയാവുമെന്ന് വെച്ചാൽ 10 ആവും. അപ്പം 10 11 ആയി. ഓക്കെ, 4 ടേമില്ലേ? അപ്പം 10⁴ എന്തായി? 11⁴ ആയി. ഓക്കെ, അപ്പം 10⁴ എന്നുള്ളത് എത്ര വരും? 4 0. 11⁴ എന്ന് പറയുമ്പം 1464 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ്. ഇവിടെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 2 0 4 0. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്ര വരും? 4 16 ശിഷ്ടം 1 27 25 2 16 16 2 18 ശിഷ്ടം 1 5. ഓക്കെ,
58,564 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ പോരെ? ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 18564. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 18564 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. 8ാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കാം. എ സർട്ടൺ സം ഇൻവെസ്റ്റഡ് അറ്റ് 33 1/3% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഓക്കെ, ഹാഫ് ഇയർലി ആണ്. 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണെന്ന് അറിയാം. ഹാഫ് ഇയർലി ആയതിൻ്റെ റേറ്റ് എത്രയാണ്? 1/3യുടെ പകുതി. 1/3യുടെ പകുതി എത്രയാണ്? 1/6 ആണ്. ഓക്കെ, എമൗണ്ട്സ് ടു 20,580 എമൗണ്ട് ആണ് തന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് 1 year 6 months 1 year 6 months കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 1 year 6 months എന്ന് പറയുമ്പോൾ 6 മാസത്തിൻ്റെ 3 ടേമാണെന്ന് പറയാം. റേറ്റ് 1/6 ആണ്. അപ്പോൾ 6 ക്യൂബ് ആയിരുന്ന സാധനം എന്തായി? 7 ക്യൂബായി. 6 ക്യൂബ് ആയിരുന്ന സാധനം എന്തായി? 7 ക്യൂബായിടാ മക്കളെ. നോക്കിക്കേ, 6 ക്യൂബ് ആയിരുന്ന സാധനം എന്തായി? 7 ക്യൂബായി. നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്ത്? എമൗണ്ട് ആണ് 20580. അങ്ങനെയാണെങ്കിൽ 343 അല്ലേ? 20580. അപ്പം മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യമേ ആ സീറോനെ അവോയ്ഡ് ചെയ്യാം. സീറോനെ അവോയ്ഡ് ചെയ്യുമ്പോൾ 3 × 6 ആണ് 18. 3 × ഇതിന് മുന്നേ 343 × 10 ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 3430. അതെന്ന് പറയുന്നത് ഈ ഇത്രയും ടേമിനെ കാട്ടി കൂടിയൊരു വാല്യൂ ആണ്. അതുകൊണ്ട് 10-നകത്തുള്ള ഒരു നമ്പർ. അപ്പോൾ ഇൻറ്റു 6 ചെയ്യുമ്പോൾ നോക്കിക്കേ 8 വരും. അപ്പം ഇൻറ്റു 6 ഒരു 0. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ എന്താണ്? 60 ആണ്. അപ്പോൾ 216 × 60. 216 × 60 എന്ന് പറയുമ്പോൾ 0 ലാസ്റ്റ് കാണും. 6 × 6 36 ആണ്. ഓക്കെ, 9 12. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 12960. ഇത്രയും മാത്രം എഴുതിയാൽ മതി പരീക്ഷയ്ക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 9th ചോദ്യം. എ സം ഓഫ് മണി ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഫോർ ആൻ ഇയർ. ഓക്കെ, 20% ഇടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യണം. ഒരു വർഷത്തേക്ക് കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഓക്കെ 100 ഇട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒരു വർഷം കഴിയുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 120 കിട്ടും. ഇറ്റ് വുഡ് ഹാവ് ഫെച്ച്ഡ് 50 rupees മോർ. 50 രൂപ കൂടുതൽ കിട്ടും. എപ്പോഴാണ്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണെങ്കിൽ. ഹാഫ് ഇയർലി ആണെങ്കിൽ നമുക്കറിയാം എന്ത്? റേറ്റ് 10% ആവും. ഓക്കെ, റേറ്റ് 10% ആയി കഴിഞ്ഞാൽ 10 11 ആയി. 2 ടേം വരില്ലേ? കാരണം ഒരു വർഷത്തേക്കെന്ന് പറയുമ്പോൾ 6 മാസത്തിന് 2 ടേം വരും. അപ്പോൾ 10 11 ആയി 10 11 ആയി എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 100 ആയിരുന്ന സമ്മ് എന്തായി? 121 ആയി എന്ന് പറയാം. ഓക്കെ, 2 കേസിലും സമ്മ് സെയിം തന്നെയാണ്. റേഷ്യോൻ്റെ ടേംസിൽ സമ്മ് സെയിം തന്നെയാണ്. അപൂർവമായിട്ട് വരുന്ന കാര്യമാണ്. സമ്മ് സെയിം ആയിട്ടില്ലെങ്കിൽ നമുക്ക് സെയിം ആക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇയർലി ആയിട്ട് ഇടുമ്പം 120 കിട്ടി. ഇനി ഹാഫ് ഇയർലി ആയിട്ട് ഇടുമ്പോഴാണ് 121 കിട്ടി. അപ്പോൾ 50 rupees മോർ കിട്ടും ഹാഫ് ഇയർലി ആയിട്ട് ഇടുമ്പം. അപ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് 1 എന്ന് പറയുന്നതാണ് എന്ത്? ആ ഒരു 50. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 2 0 കൂടെ വരൂടാ. എത്ര കിട്ടും ആൻസർ ഓപ്ഷൻ ബി 5000. വളരെ സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, at what rate per annum will rupees 56,000 will yield a compound interest of rupees 8827 in 9 months interest calculated quarterly. അപ്പോൾ റേറ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. റേറ്റ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ്റെ ബേസിസിൽ ഒരു ഐഡിയ ഫോം ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണ്? A equal to P into 1 plus R/100 the whole raised to n. ഓക്കെ, ഞാൻ ഈ Pനെ ഇങ്ങ് താഴോട്ട് കൊണ്ടുവരാം. A by P equal to 1 plus R/100 the whole raised to n. സിമ്പിൾ ഇൻട്രസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് A by P എന്നുള്ളത് നല്ലൊരു സാധനമാണ്. ടൈംസ് ഓർത്ത് വെച്ചേക്കാം. ടൈംസ് ഇത്ര ടൈമായി ഇത്ര ഇരട്ടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A by P റേഷ്യോ എന്താണ്? 2 ആണ്. 2 times ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് A by P റേഷ്യോ. A by P റേഷ്യോ ആണ് എന്ത്? ടൈം. അപ്പം നിങ്ങളുടെ ഈ ഒരു സാധനത്തിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ, റേറ്റ് കണ്ടുപിടിക്കാൻ വരുന്ന ചോദ്യത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കുക? A by P റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, A by P റേഷ്യോ കണ്ടുപിടിക്കുമ്പം ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ P നമുക്ക് 56
000 ആണെന്നറിയാം, 56,000 ആണെന്നറിയാം. എ എത്ര വരും? 56,000 പ്ലസ് 8827, 14 പ്ലസ് 1 6. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 64,827 കിട്ടും. എന്ത് 64,827 കിട്ടും? എന്ത് നമ്മുടെ ഇത് A/P റേഷ്യോ. ഓക്കെ, ഇനി നോക്കിക്കേ അവിടുത്തെ ടൈം പീരീഡ് ഒന്ന് ശ്രദ്ധിക്കാം. ടൈം പീരീഡ് ഞാൻ നോക്കിയപ്പോൾ 9 months ആണ്. 9 months എന്ന് പറയുമ്പോൾ ക്വാർട്ടർലി കൂട്ടുകയാണെങ്കിൽ 3 ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു ക്യൂബ് എന്ന് പറയും. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെയോ ഒരു ക്യൂബാണ്. അപ്പം നമുക്ക് ക്യൂബ് റൂട്ട് എടുക്കണം. 6 കിട്ടണമെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കണമെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. ക്യൂബ് റൂട്ട് എടുക്കാൻ ഞാൻ നോക്കുമ്പോൾ താഴെ 3 0 ഉണ്ട്. അതെന്ന് പറയുന്നത് 10ൻ്റെ ക്യൂബാണ്. പക്ഷെ 56 1ൻ്റെയും ക്യൂബല്ല. പക്ഷേ ഈ 56, ഈ പറയുന്ന 56 എന്ന് പറയുന്നത് എന്താണ്? 8 × 7 ആണ്. 8ന് ക്യൂബ് റൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20യുടെ ക്യൂബായിട്ട് ഫോം ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? 8000 ആവും. ഇവിടെ എന്താവും? ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 × 63 18, 2 × 14 42 ആകുമ്പോൾ 6, പിന്നെ ഒരു 7 1. അപ്പം 9261/8000. ഇതെന്ന് പറയുന്നത് എന്താണ്ടാ? ഇത് 21ൻ്റെ ക്യൂബാണ്. എനിക്ക് കാണാതെ അറിയാം. അതുകൊണ്ട് 21 ക്യൂബ് ബൈ 20 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താണ്? റേറ്റ് 1/20 ആണെന്ന് മനസ്സിലാക്കുക. 20 ആയിരുന്ന സാധനം എന്താണ്? 1 കൂടി കിടക്കുകയാണ്. അപ്പം റേറ്റ് എന്താണ്? 1/20 ആണ്. ഓക്കെ, ഇവിടെയും കഴിഞ്ഞിട്ടില്ല. 1/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5% ആണ് മക്കളെ, 5%. പക്ഷേ ഇതെന്താണ്? ക്വാർട്ടർലി ഉള്ള റേറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? റേറ്റ് പെർ ആനം. 3 മാസത്തേക്കുള്ള റേറ്റ് ആണെന്ത്? 5. അപ്പം ഒരു വർഷത്തേക്കുള്ള റേറ്റ് എത്ര വരും? 3 മാസത്തിന് 12 ആക്കാൻ വേണ്ടി × 4 ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 3 മാസത്തേക്ക് 5%. അങ്ങനെയാണെങ്കിൽ 12 മാസത്തേക്ക് എത്ര വരും? 5 × 4 എത്ര വരും? 20%. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 20%. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു സെഗ്മെൻറ്റ്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ നല്ല അപ്രോച്ചുകൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക, ചെയ്ത ചോദ്യങ്ങൾ തന്നെ ഒന്നുകൂടെ ചെയ്യുക, വീണ്ടും ചോദ്യങ്ങൾ പുതുതായിട്ട് കിട്ടുന്നതും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.